സ്ത്രീ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി വധക്കേസിലെ വിധിയിൽ അപ്പീലുമായി സർക്കാർ. നടപടിക്കായി എജിയെ ചുമതലപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിനെതിരെ പ്രോസിക്യൂട്ടർ രംഗത്ത്. UDF നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുന്നുവെന്ന് അഡ്വക്കേറ്റ് ജി ഷാജിദ്. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ആന്റണിയുടെ പേരും ചിത്രങ്ങളും മറയ്ക്കും. വരണാധികാരിയുടെ ഉത്തരവ് LDF പരാതിയിൽ. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി. VCയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. ഷീബയെ നീക്കി. നടപടി മകനും സുഹൃത്തും ഉൾപ്പെടെ 33 പേരെ തിരഞ്ഞെടുത്തതിൽ. മുഖ്യമന്ത്രിക്കും SFIക്കും എതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ. UGC വിലക്കിയിട്ടും PhD പ്രവേശന പരീക്ഷ നടത്താനൊരുങ്ങി MG സർവകലാശാല. നീക്കം പിൻവാതിൽ നിയമനം നടത്താനെന്ന ആക്ഷേപം. ഗവർണർക്ക് പരാതി. മലയാളം സർവകലാശാലയിൽ PhD പ്രവേശനത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ. നെറ്റ് യോഗ്യതയുള്ളവരെ ഒഴിവാക്കിയെന്ന ആരോപണം. സഹനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. പള്ളികളിലെത്തി ഗവർണറും സ്ഥാനാർത്ഥികളും. ഈസ്റ്റർ സന്ദേശം നൽകി മാർപ്പാപ്പ. അടൂർ പട്ടാഴിമുക്കിലേത് വാഹനാപകടമല്ലെന്ന് സ്ഥിരീകരണം. കാർ ബോധപൂർവം ഇടിച്ചു കയറ്റിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകടത്തിന്റെ ആഘാതം കൂട്ടിയത് ലോറിയിൽ ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ.